അങ്ങനെ ബിഗ് ബോസിൽ അടുത്ത പവർ ടീമിലേക്ക് ജിൻഡോയുടെയും സെബിന്റെയും ഒക്കെ പ്ലാനിങ്ങിലൂടെ ശക്തമായ മത്സരത്തിലൂടെ അടുത്ത ടീമായി നമ്മുടെ ടണൽ ടീമാണ് പവർ ടീമിലേക്ക് വരാൻ പോകുന്നത്. കിടിലൻ ഗെയിം ആയിരുന്നു. ഓരോ പ്ലാനിങ്ങോട് കൂടി തന്നെയാണ് ടാസ്ക് കൊടുത്തപ്പോൾ വടംവലി മത്സരത്തിൽ വിജയിക്കുവാൻ അവരവരുടെ ഇഷ്ടപ്രകാരം ഇഷ്ടമുള്ള ടീമിൽ കയറാം. ഒരു ഗ്രൂപ്പ് സ്വന്തമായിട്ട് കയറണമെന്നില്ല, അവരവർക്ക് ഇഷ്ടമുള്ള ടീമിലേക്ക് കയറാമെന്ന് പറഞ്ഞപ്പോൾ ജിൻഡോയുടെ ടീമിൽ നിന്നും ജിൻഡോ മാത്രമാണ് പവർ ടീമിനെ സപ്പോർട്ട് ചെയ്യാതെ ടണലിനെ സപ്പോർട്ട് ചെയ്തത്. ശരിക്കും അടിപൊളി ഗെയിമായിരുന്നു. ജിൻഡോയുടെ മാക്സിമം എഫേർട്ട് കൊടുത്ത് ജിൻഡോ മാത്രമല്ല ജിൻഡോയ്ക്കൊപ്പം നിന്ന് പെൺകുട്ടികളെ സപ്പോർട്ട് ചെയ്ത്, അതായത് ശരണ്യയെയും പൂജയെയും ഒക്കെ സപ്പോർട്ട് ചെയ്ത് നിന്ന അൻസിബ, അതോടൊപ്പം തന്നെ ശ്രീരേഖ, ഋഷി, ശ്രീതു, അതുകൂടാതെ സെബിൻ, ഇവരെല്ലാവരും നല്ല അടിപൊളിയായിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ ശക്തമായി മത്സരിച്ചത് ജിൻഡോയും സെബിനും അഭിഷേകും ഋഷിയും പൂജ, ഇവരൊക്കെ നല്ല അടിപൊളിയായിട്ട് വലിക്കുകയുണ്ടായി. നമ്മൾ ആ ടാസ്ക് കാണുമ്പോൾ തന്നെ അറിയാം അതിൽ ഏറ്റവും എഫേർട്ട് ഇട്ടത് ജിൻഡോ തന്നെയാണ്. ജിൻഡോ പറഞ്ഞ വാക്ക് കൃത്യമായി പാലിച്ച് അവരോടൊപ്പം നിന്നു. എന്തായിരുന്നാലും ഇത്തവണത്തെ ടീം ഏത് രീതിയിലായിരിക്കും പവർ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് നോക്കാം. അങ്ങനെ ഒരു വലിയ ചേഞ്ചിങ് ആണ് പവർ ടീമിൽ വന്നിരിക്കുന്നത്. ഇനി നമുക്ക് മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം.